എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റിൻ്റെ മറ്റൊരു പ്രോബ്ലം നോക്കാം. ഇതും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യനാണ്. മെറ്റീരിയൽസ് നമുക്ക് 1,20,000 തന്നിട്ടുണ്ട്. ഡയറക്റ്റ് വേജസ് 12,000 തന്നിട്ടുണ്ട്. ഫാക്ടറി ഓവർഹെഡ് 5,000 തന്നിട്ടുണ്ട്. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് 5,000 തന്നിട്ടുണ്ട്. പ്രിപ്പയർ കോസ്റ്റ് ഷീറ്റ് ആൻഡ് കാൽക്കുലേറ്റ് പ്രൈസ് വിച്ച് ദ കമ്പനി ഷുഡ് കോട്ട് ദ മാനുഫാക്ചർ ഓഫ് എ മെഷീൻ റിക്വയറിങ് മെറ്റീരിയൽ 10,500, ഡയറക്റ്റ് വേജസ് 1,500. അപ്പോൾ നമുക്ക് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റാണ് ഇവിടെയും വരയ്ക്കേണ്ടത്. ഓൾറെഡി നമുക്ക് പ്രീവിയസ് ഇയറിലെ കോസ്റ്റ് ഷീറ്റും അതിൻ്റെ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഫാക്ടറി ഓവർഹെഡിൻ്റെയും അതുപോലെ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡിൻ്റെയൊക്കെ പെർസെൻറ്റേജ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് വരയ്ക്കണം. അപ്പോൾ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെറ്റീരിയലും തന്നിട്ടുണ്ട്, വേജസും തന്നിട്ടുണ്ട്. ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമ്മൾ എന്ത് വെച്ച് കണ്ടുപിടിക്കണം? ആ പെർസെൻറ്റേജ് വെച്ച് കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട്. അപ്പോൾ പ്രോബ്ലത്തിലേക്ക് കടക്കാം. അപ്പോൾ ആൻസർ നോക്കാം. മെറ്റീരിയൽ നമുക്ക് 1,20,000 തന്നിട്ടുണ്ട്. ഡയറക്റ്റ് വേജസ് 12,000 തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ പ്രൈം കോസ്റ്റ് എത്രയാണ്? 1,32,000. ഫാക്ടറി ഓവർഹെഡ് 5,000 തന്നിട്ടുണ്ട്. അപ്പോൾ വർക്ക് കോസ്റ്റ് കിട്ടും, അത് ആഡ് ചെയ്യുമ്പോൾ 1,37,000. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് 5,000 തന്നിട്ടുണ്ട്. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് എത്ര കിട്ടും? 1,42,000. ഇനി ഫാക്ടറി ഓവർഹെഡ് റേറ്റ് ഈക്വൽ ടു ഫാക്ടറി ഓവർഹെഡ് ബൈ വേജസ് ഇൻറ്റു 100. ഫാക്ടറി ഓവർഹെഡിൻ്റെ റേറ്റ് എങ്ങനെയാണ് കാണുന്നത്? ഫാക്ടറി ഓവർഹെഡ് ബൈ വേജസ് ഇൻറ്റു 100. അപ്പോൾ നമുക്ക് അതിൻ്റെ റേറ്റ് കണ്ടുപിടിക്കാം. 5,000 ബൈ 12,000 ഇൻറ്റു 100 41.67 കിട്ടും. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡിൻ്റെ റേറ്റ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ വർക്ക് കോസ്റ്റ് ഇൻറ്റു 100. നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലത്തിൽ പറഞ്ഞു അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡിൻ്റെ റേറ്റ് അതുപോലെ സെല്ലിംഗ് ഓവർഹെഡിൻ്റെ റേറ്റ് ഒക്കെ നമ്മൾ വർക്ക് കോസ്റ്റുമിലാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജും കിട്ടി. ഇനി ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് കണ്ടുപിടിക്കും. അപ്പോൾ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് നോക്കാം. മെറ്റീരിയൽ 10,500 തന്നേക്കണേ. ഡയറക്റ്റ് വേജസ് 1,500 തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി കൂട്ടുമ്പോൾ പ്രൈം കോസ്റ്റ് 12,000 കിട്ടും. ഇനി ഫാക്ടറി ഓവർഹെഡ് കാണുന്ന എങ്ങനെയാണ്? വേജസിൻ്റെ പെർസെൻറ്റേജാണ്. നമ്മൾ പെർസെൻറ്റേജ് കണ്ടുപിടിച്ചു 41.67%. അപ്പോൾ 1,500 ഇൻറ്റു 41.67% ചെയ്യുമ്പോൾ ഫാക്ടറി ഓവർഹെഡ് കിട്ടും. ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ വർക്ക് കോസ്റ്റ് കിട്ടും. വർക്ക് കോസ്റ്റിൻ്റെ ഒപ്പം അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് കണ്ടുപിടിക്കണത് എങ്ങനെയാണ്? വർക്ക് കോസ്റ്റ് ഇൻറ്റു പെർസെൻറ്റേജ്. അപ്പോൾ പെർസെൻറ്റേജ് 3.65 തന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നമ്മൾ 3.65% വെച്ചിട്ട് നമുക്ക് 461 കിട്ടും അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. ഇനി പ്രോഫിറ്റ് പറഞ്ഞേക്കണത് എന്താ? കോസ്റ്റിൻ്റെ 25% എന്നാണ്. അപ്പോൾ 13,086 കോസ്റ്റ് കിട്ടും. ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ 25% പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. ആ പ്രോഫിറ്റ് സെയിൽസിൻ്റെ ഒപ്പം ആ പ്രോഫിറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഒപ്പം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സെയിൽസ് കിട്ടും. സെയിൽസ് എത്രയാണ്? 16,358. അപ്പോൾ നമ്മൾ വിൽക്കുന്ന വില കോട്ടഡ് പ്രൈസ് 16,358 ആണ്.